വിവാഹ തട്ടിപ്പ് വീരനെ ബലാത്സംഗ കേസിൽ കോന്നി പോലീസ് പിടികൂടി. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയും കോന്നിയിലെ താമസക്കാരനുമായ ദീപു ഫിലിപ്പാണ് പിടിയിലായത്. വിവാഹ തട്ടിപ്പിന് 3 സ്ത്രീകളെ നേരത്തെ ഇരയാക്കിയിരുന്ന യുവാവാണ് വിവാഹമോചിതയായ ആലപ്പുഴ സ്വദേശിനിയുടെ പരാതിയിലാണ് കുടുങ്ങിയത്. വിവാഹ തട്ടിപ്പിന് 3 സ്ത്രീകളെ നേരത്തെ ഇരയാക്കിയ യുവാവാണ് വിവാഹമോചിതയായ ആലപ്പുഴ സ്വദേശിനിയുടെ പരാതിയിൽ കുടുങ്ങിയത്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുകയും തുടർന്ന് വിവാഹം കഴിക്കുകയും ചെയ്ത 4ാമത്തെ യുവതിയുടെ പരാതിയിലാണ് കുടുങ്ങിയത്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയും കോന്നി പുളിമുക്കിൽ താമസിക്കുന്നയാളുമായ ദീപു ഫിലിപ്പാണ് കോന്നി പോലീസിന്റെ പിടിയിലായത്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിനിയെ 10 കൊല്ലം മുമ്പ് കല്യാണം കഴിച്ചാണ് വിവാഹ തട്ടിപ്പിന് ആരംഭം. യുവതിയുടെ സ്വർണ്ണാഭരണങ്ങളും പണവും കൈക്കലാക്കിയ ഇയാൾ പിന്നീട് ഭാര്യയെയും 2 കുട്ടികളെയും ഉപേക്ഷിച്ച് കടന്നു. തുടർന്ന് കാസർഗോഡുള്ള മറ്റൊരു യുവതിയുമായി തമിഴ്നാട്ടിലേക്ക് മുങ്ങി. അവിടെ കുറേക്കാലം ഒരുമിച്ച് താമസിച്ച ശേഷം സ്ഥലം വിട്ടു. പിന്നീട് എറണാകുളത്തെത്തിയ ഇയാൾ അവിടെ ഒരു സ്ത്രീയുമായി അടുക്കുകയും കുറേനാൾ അവരുമൊത്ത് കഴിയുകയും ചെയ്തു. തുടർന്നാണ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ആലപ്പുഴ സ്വദേശിനിയുമായി അടുപ്പം സ്ഥാപിച്ച് ഒപ്പം കൂടിയത്. വിവാഹമോചിതയായ ഇവരെ പിന്നീട് അർത്തുങ്കൽ വെച്ച് കല്യാണം കഴിച്ചു. ദീപുവിൻ്റെ 2ാം ഭാര്യ നിലവിലെ ഭാര്യയായ യുവതിയുടെ ഫേസ്ബുക്ക് സുഹൃത്താണ്. അവർ നൽകിയ വിവരമാണ് വിവാഹ തട്ടിപ്പ് വീരന്റെ കള്ളി വെളിച്ചത്താക്കാൻ ഇടയാക്കിയത്. ശനിയാഴ്ച കോന്നി പോലീസിൽ കൊടുത്ത പരാതി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് പ്രാഥമിക നടപടികൾക്ക് ശേഷം പ്രതിയെ പത്തനംതിട്ട ഭാഗത്തു നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പത്തനംതിട്ട JFM കോടതി 2-ൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി. കാസർഗോഡ് വെള്ളരിക്കുണ്ട് തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ യുവതിയെ എത്തിച്ച് പ്രതി ബലാത്സംഗത്തിന് വിധേയയാക്കിയതായി അന്വേഷണത്തിൽ വ്യക്തമായി. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഊർജിതമാക്കിയ അന്വേഷണത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ വിവാഹ തട്ടിപ്പ് വീരനെ കോന്നി പോലീസ് ഇൻസ്പെക്ടർ P. ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടുകയായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോന്നി.